ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കി മൂന്നാം കക്ഷി ഇടപെടലില്ല ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങളിൽ നിന്ന്. അത് വെടിനിർത്തൽ അനൗൺസ് ചെയ്തുകൊണ്ട് തന്നെ വിദേശകാര്യ വക്താവ് വിക്രം മിസ്രി പറഞ്ഞ കാര്യമാണ്. അക്കാര്യത്തിലൊരു കൺഫ്യൂഷന്റെ കാര്യമില്ല. ഒരുപക്ഷെ ഒരു അടിയന്തര സന്ദർഭത്തിൽ ആണവ യുദ്ധം ഒഴിവാക്കാൻ അമേരിക്കയും ലോകരാജ്യങ്ങളും ഒക്കെ ഇടപെടുന്നത് സാധാരണ കാര്യമാണ്. മറ്റിടങ്ങളിലും നമ്മളത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഒരു ഫെസിലിറ്റേറ്ററായി മൂന്നാം കക്ഷിയായി മറ്റൊരു രാജ്യം വന്നു എന്ന് നമ്മൾ കാണണമെന്ന ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത്, ഇപ്പോൾ പാർലമെന്റ് വിളിക്കണം, വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ. പക്ഷേ ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ പാർട്ടിയായിട്ടുള്ള NCP എടുത്ത നിലപാട് എന്താണ്? ഇതൊരു മിലിറ്ററി ഓപ്പറേഷനാണ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും പാർലമെന്റിൽ ഡിസ്കസ് ചെയ്യണം എന്ന് പ്രതിപക്ഷം ഡിമാൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും രഹസ്യ സ്വഭാവത്തിലുള്ള എല്ലാ കാര്യങ്ങളും വേണം എന്ന് ഇതുപോലൊരു സ്ഥിതിവിശേഷത്തിൽ നമ്മൾ ആരായാലും ഡിമാൻഡ് ചെയ്യുന്നത് ശരിയുമല്ല. ശശി തരൂരിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ എടുക്കുന്ന നിലപാടുകളും നമുക്കവിടെ കാണാം. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ടെൻഷൻ ഉണ്ടായി. അതിൽ ഇന്ത്യയുടെ പൊസിഷനിൽ അഡ്വാൻറ്റേജസ് ആയി നിൽക്കുന്നു. അപ്പോൾ പിന്നെ ആഭ്യന്തരമായ തർക്കവിതർക്കങ്ങൾ അത് ഈ കഴിഞ്ഞ 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഉണ്ടായ അതേ സാഹചര്യത്തിൽ നിർത്തുന്നതല്ലേ നല്ലത്? അഭിലാഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചോ ബന്ധപ്പെടുത്തി പറയാം. ഒന്ന്, നയതന്ത്ര വിദഗ്ധനായിട്ടുള്ള നമ്മുടെ പാനലിസ്റ്റ് പറഞ്ഞത് 27 മിനിറ്റ് ഇന്ത്യ പ്രഖ്യാപിക്കുന്നതിന് 27 മിനിറ്റ് മുമ്പ് ട്രംപ് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഇന്ത്യ പ്രഖ്യാപിക്കുന്നതിന് 27 മിനിറ്റ് മുമ്പ് ട്രംപ് പ്രഖ്യാപിച്ചു എന്നുള്ളതല്ല. പക്ഷേ DGMO തലത്തിലുള്ള യോഗം തീർന്നതിന് 20 മിനിറ്റിനുള്ളിൽ ട്രംപ് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ട്രംപ് പ്രഖ്യാപിക്കുന്ന ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്വീറ്റ്, ഞാൻ ഇന്നലെ രാത്രി മുതൽ ഇടപെട്ടു, ഞാൻ അവരെ രണ്ടുപേരോടും സംസാരിക്കണമെന്ന് പറഞ്ഞു. അവരെ സംസാരിക്കാനുള്ള വേദിയിലെത്തിയിട്ടുണ്ട്. അവർ യുക്തമായ തീരുമാനം, അദ്ദേഹം ഉപയോഗിച്ച ബെറ്റർ സെൻസ് പ്രിവെയിൽ, ഒരു വലിയ ഇതിലേക്ക് പോകാതെ അത് പരിസമാപ്തിയിൽ എത്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിനകത്ത് പ്രശ്നമില്ല. നമ്മൾ തമ്മിലുള്ള പലപ്പോഴുള്ള സംഘർഷത്തിലെല്ലാം ഇന്ത്യയുടെ സുഹൃത്തുക്കളും പാകിസ്ഥാൻ്റെ സുഹൃത്തുക്കളും എല്ലാം ബാക്ക് ചാനൽ ഡിപ്ലോമസിയിൽ എൻഗേജ് ചെയ്യും. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. 3:35 തുടങ്ങിയിരിക്കുന്ന DGMOമാരുടെ മീറ്റിംഗ് 1.5 മണിക്കൂർ നീണ്ടു എന്ന് പറയുമ്പോൾ 5:05 ആ മീറ്റിംഗ് തീരേണ്ടത്. നമ്മൾ അനുമാനിക്കുന്നതാണ് 5:05 ആ മീറ്റിംഗ് തീരുമാനിച്ചാൽ, നേരത്തെ ശ്രീ PR ശിവശങ്കരൻ പറഞ്ഞ പോലെ ഇന്ത്യക്ക് അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തണം. രാഷ്ട്രീയ നേതൃത്വമാണ് ശരി, എന്നാൽ വെടിനിർത്തലാവട്ടെ എന്ന് പറയേണ്ടത്. അങ്ങനെ പറയുന്നൊരു സമയം പോലും നടക്കുന്നതിന് മുമ്പ് 20 മിനിറ്റ് ഇപ്പുറം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിൻ്റെ കണ്ടന്റ് വെച്ചുകൊണ്ട് സീസ് ഫയർ നടപ്പിലാക്കി എന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്താൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ടേബിളിൽ എത്തിച്ചിട്ടുണ്ട്, ഇനി എന്താ നിങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവിടെ തീർന്നേനെ. പക്ഷെ ആ മീറ്റിങ്ങിൽ ഉണ്ടാകുന്ന തീരുമാനം എന്തായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്താ അനുമാനിക്കേണ്ടത്? ഒന്നുകിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്ന പോലെ ഞാൻ വരച്ച വരയിൽ വെച്ച് ഈ പ്രശ്നം തീർക്കണമെന്ന് 2 രാജ്യങ്ങളോടും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തീർത്തു, അല്ലെങ്കിൽ ഈ പറയുന്ന മീറ്റിംഗ് തീർന്നതിന് ശേഷം ഡൊണാൾഡ് ട്രംപിന് റിപ്പോർട്ട് ചെയ്തു. ഇതല്ലേ നമ്മൾ അനുമാനിക്കേണ്ടത്? അല്ലെങ്കിൽ ഇന്ത്യയല്ലേ പ്രഖ്യാപിക്കുക? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സൈനിക ഓപ്പറേഷനെ സംബന്ധിച്ചൊന്നും നമുക്ക് ആർക്കും യാതൊരു തർക്കവുമില്ല. നമ്മൾ അഭിമാനത്തോടു കൂടി ഈ രാജ്യം നേടിയ മേൽക്കൈ അഭിമാനത്തോടു കൂടി നമ്മൾ അംഗീകരിക്കാം. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഒരു ഗുരുതരമായ നയതന്ത്ര വീഴ്ചകളാണ് സംഭവിച്ചത്. ആ നയതന്ത്ര വീഴ്ച എന്ന് പറയുന്നത് ഇവിടെ മാത്രം ഒതുങ്ങില്ല. പക്ഷെ തൽക്കാലം നമ്മൾ ഇതിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അതിനകത്ത് വരുത്തി പറയാം. ഈ ട്രംപിന്റെ പ്രഖ്യാപനം മുതൽ, വൈസ് പ്രസിഡന്റ് ഹാൻസിന്റെ ട്വീറ്റ് മുതൽ, അവിടുത്തെ മാർക്കോ റൂബിലയുടെ ഇത് മുതൽ അമേരിക്ക മുഴുവൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഞങ്ങൾ ആണ് ഇതിനകത്ത് ഈ പീസ് ബ്രോക്കർ ചെയ്തതെന്ന് പറയുകയാണ്. അഭിലാഷ് ചോദിച്ച ചോദ്യം, അവിടെയുള്ള ഒരു പ്രശ്നം അന്ന് പറഞ്ഞത് ശരിയാണ്. ഞങ്ങളാണ് പീസ് ബ്രോക്കർ ചെയ്തതെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു. ഇവിടെ ഷിനാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ 5:33 തന്നെ ഡൊണാൾഡ് ട്രംപ് സീസ് ഫയർ അനൗൺസ് ചെയ്തുകൊണ്ട് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ഇട്ടു. അത് തന്നെ പിന്നീട് ട്വിറ്ററിൽ വന്നു. അത് തന്നെ JD വാൻസും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും റിപ്പീറ്റ് ചെയ്തു. സ്വാഭാവികമായും ആദ്യം പ്രഖ്യാപിച്ചത് ഇവർ എന്നൊരു പ്രതിച്ഛായ വന്നു. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ അമേരിക്ക ഇടപെടുന്നത് തികച്ചും സാധാരണമായ കാര്യമല്ല. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ തർക്കമെടുക്കൂ. ഇപ്പോൾ കാർഗിലിൽ 1999 എങ്ങനെയാണ് കാർഗിലിൽ അവസാനം ഒരു സീസ് ഫയറിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ആ കാലത്ത് ബിൽ ക്ലിന്റന്റെ കാലത്ത് എന്താണ് സംഭവിച്ചത്? പോട്ടെ, ഏറ്റവും ഒടുവിൽ 2019 ഇന്ത്യ
ബലാക്കോട്ട് ആക്രമണം നടത്തുന്ന സിറ്റുവേഷനിൽ ആ കാലഘട്ടത്തിൽ അമേരിക്ക ഇടപെട്ടിട്ടില്ലേ? ഇന്ന് ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇടപെട്ടത്, അന്നത്തെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നെവർ ഗിവ് ആൻ ഇഞ്ച് ഫൈറ്റിംഗ് ഫോർ ദ അമേരിക്ക ഐ ലവ് എന്ന ന്യൂയോർക്ക് ടൈംസിന്റെ ബെസ്റ്റ് സെല്ലർ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം 2019 ഇടപെട്ടതിന്റെ. അപ്പോൾ രണ്ട് ന്യൂക്ലിയർ നെയ്ബേഴ്സ് തമ്മിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അമേരിക്ക ഇടപെടുന്നത് എല്ലാ തവണയും പതിവാണ്. ഇത്തവണ അവരത് പുറപ്പുറത്ത് കയറിയെന്ന് വിളിച്ചു പറഞ്ഞു എന്നുള്ളതല്ലേ ഉള്ളൂ. അഭിലാഷ്, അതിൽ തർക്കമില്ല. അഭിലാഷ് സൂചിപ്പിച്ച 1971 ഇന്ദിരാഗാന്ധി പറഞ്ഞല്ലോ, ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി വേണമെങ്കിൽ പോലും ഞങ്ങളുടെ തീരുമാനം എന്തായിരിക്കണം എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല, ഇല്ലേ? ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കും. ഞങ്ങളെ സഹായിക്കാനാണെങ്കിൽ പോലും ഞങ്ങളുടെ തീരുമാനം എന്തായിരിക്കണം എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. അങ്ങ് സൂചിപ്പിച്ച കാർഗിൽ വാറിന്റെ അവസാനം അമേരിക്കയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് വിളിപ്പിക്കുകയാണ്, ഇല്ലേ? പാകിസ്ഥാനെ വിളിപ്പിച്ചു, ഇന്ത്യയെ വിളിപ്പിച്ചു. പാകിസ്ഥാന്റെ പ്രസിഡന്റ് പോയി, പ്രൈം മിനിസ്റ്റർ പോയി. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ വാജ്പേയി എന്താ പറഞ്ഞത്? ഞാൻ അങ്ങോട്ടേക്കില്ല എന്നല്ലേ പറഞ്ഞത്, അല്ലേ? 2019 ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ പറയുന്ന ബാക്ക് ചാനൽ ഡിപ്ലോമസിയിലൂടെ ഇന്ത്യയുടെ സുഹൃത്തുക്കൾക്ക് ഇതിനകത്ത് ഇടപെടാം, സംസാരിക്കാം, എല്ലാം ചെയ്യും. പക്ഷെ തീരുമാനം എന്താണെന്ന് പറയാൻ അവർക്ക് എന്താ അവകാശം? ഇന്ത്യയുടെ തീരുമാനം എന്താണെന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യയുടെ സൈന്യവും ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവുമാണ്. അത് പരാജയപ്പെട്ടതോടുകൂടിയാണ് ഇന്ന് ഇത്തരത്തിൽ ലോകത്തിന് മുമ്പിൽ നാണം കെടേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയത്. അഭിലാഷേ, ഇത് അതിനപ്പുറം വലിയ പ്രത്യാഘാതങ്ങളുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ കാശ്മീരിനെ സംബന്ധിച്ചോളം പ്രഖ്യാപിത നിലപാട് എന്താ? ആ പ്രഖ്യാപിത നിലപാട് നമ്മൾ മൂന്നാം കക്ഷിയെ അനുവദിക്കില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ഭരണകക്ഷികൾ എല്ലാവരും, നമ്മുടെ നേതാക്കന്മാരെല്ലാവരും എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട്. കാരണം അതിന് പല ഘടകങ്ങളുണ്ട്. കാശ്മീരിനെ ഇന്ത്യയിലുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ ഉള്ള ഘടകങ്ങളുണ്ട്. എന്തുകൊണ്ട് ഹിതപരിശോധന നടത്തിയിട്ടില്ല? ഞാൻ അതിലേക്കൊന്നും കാര്യമായിട്ട് പോകുന്നില്ല. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന നിലപാടിന് കൃത്യമായ ചരിത്രത്തിൻ്റെയും അവിടെയുള്ള തന്ത്രപരമായിട്ടും ചരിത്രപരമായിട്ടുള്ള നിലപാടുണ്ട്. അതിനെയാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ അങ്ങ് സൂചിപ്പിച്ച പോലെ ദിവസവും ഇന്ത്യക്ക് പത്രസമ്മേളനം നടത്തേണ്ടി വരിക. ദിവസവും ഇന്ത്യക്ക് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് തള്ളി പറയേണ്ട കാര്യമാണ്. ഞങ്ങൾ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഇന്ന് ഇന്ദിരാഗാന്ധിയും വാജ്പേയിയും അതുപോലെ തന്നെ ഐക്യ ഗുജറാൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ധീരമായിട്ടുള്ള നിലപാട് വെച്ചുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഒറ്റ ട്വീറ്റ് ചെയ്താൽ പോലെ, പ്ലീസ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്, യു ഹാവ് നോ റോൾ ഇൻ ഡിസൈഡിങ് വാട്ട് ഇന്ത്യ ഷുഡ് ഡു എന്നൊരു ഒറ്റ ട്വീറ്റ് ചെയ്താൽ ഈ പ്രശ്നം തീർന്നില്ലേ? എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ട്രംപ് അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള അമേരിക്കയും പാകിസ്ഥാനുമായിട്ടുള്ള ട്രേഡ് പോലും വെച്ചുകൊണ്ട് നിങ്ങൾ വെടിനിർത്തിയില്ലെങ്കിൽ ഞങ്ങളോടൊപ്പം വ്യാപാരമില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്തതെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് ആരാ? നരേന്ദ്രമോദിയല്ലേ? ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യയിൽ ഗീർവാണ് അടിച്ചിട്ട് കാര്യമില്ല. ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ നിൽക്കുന്ന, ഇന്ത്യയെ സ്വാധീനിക്കാൻ നിൽക്കുന്ന, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കശ്മീരിന്റെ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, അന്താരാഷ്ട്രവൽക്കരിക്കുമെന്നുള്ള പാകിസ്ഥാന്റെ നയം നടപ്പിലാക്കുന്ന ഈ യുദ്ധഘട്ടത്തിൽ പോലും വീറ്റോ പവർ ഉപയോഗിക്കാതെ പാകിസ്ഥാൻ 8,500 കോടി അനുവദിക്കാൻ IMF-ൽ നിന്ന് ആ പ്രസിഡന്റിനോട് മൈൻഡ് യുവർ ബിസിനസ് എന്ന് പറയാൻ നരേന്ദ്രമോദിക്ക് നട്ടലിന് ഉറപ്പില്ലെങ്കിൽ അത് ഇന്ത്യയുടെ അഭിമാനം പടയപ്പെടുന്നതാണ്. ഇന്ത്യയുടെ അഭിമാനം പടയപ്പെടുന്നത് ഏതെങ്കിലും വിദേശകാര്യമന്ത്രി വന്നിയല്ല ട്രംപ് നടത്തുന്നതിന് മറുപടി കൊടുക്കേണ്ടത്. ഇന്ത്യയുടെ നേതൃത്വം മറുപടി പറയണം. അത് ചെയ്തിട്ടുണ്ട് പിൽക്കാലത്ത്. ഇന്ദിരാഗാന്ധി ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കൻ മണ്ണിൽ നിന്ന് പറഞ്ഞു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോക രാഷ്ട്രീയം വളരെ വിഭിന്നമായിരുന്നു. അന്ന് ശീതസമരത്തിന്റെ കാലഘട്ടമാണ്. ഇതൊരു ഇരുധ്രുവ ലോകമായിരുന്നു. ഇന്ത്യക്ക് സോവിയറ്റ് യൂണിയന്റെ നിർബാധമുള്ള പിന്തുണ ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ വീറ്റോ അധികാരം ഉപയോഗിച്ചിരുന്നു. അന്ന് അമേരിക്കയെ ഇന്ത്യക്ക് ആവശ്യമുണ്ടായിരുന്നില്ല അങ്ങ് പറഞ്ഞ കാര്യം. പക്ഷേ സോവിയറ്റ് യൂണിയൻ അങ്ങേയറ്റത്തെ പിന്തുണ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. പിന്നീട് ലോകക്രമം മാറി, ഇതൊരു ഏകധ്രുവ ലോകമായി മാറി. സോവിയറ്റ് യൂണിയൻ ഇല്ലാതെയായി. ഇപ്പൊ ഇന്ന് നമുക്ക് ആരാണ് പണ്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന പോലെ ഒരു സുഹൃത്ത് എന്ന് പറയാൻ ഇന്ന് ആരുണ്ട് എന്നൊരു പ്രശ്നമുണ്ടല്ലോ അവിടെ. അതിപ്പോ കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും. അഭിലാഷെ 30 സെക്കൻഡ് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ വ്യാപാരം നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൽ അതിന് വകവെച്ചു കൊടുക്കാൻ കഴിയുന്നതാണോ? 144 കോടി ജനങ്ങളുള്ള ഇന്ത്യൻ മാർക്കറ്റ് അടച്ചിട്ടാൽ അമേരിക്കക്ക് നിൽക്കാൻ പറ്റുമോ? അമേരിക്കക്ക് ഈ 144 കോടിയുടെ മാർക്കറ്റിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും വ്യാപാര യുദ്ധത്തിന്റെ വിഷയം നമുക്ക് ചർച്ച